ഓക്കെ ഗൈസ്, ഇന്ന് ഞാൻ ഒരു ഗെയിം കളിക്കാൻ പോവാ. ഈ ഗെയിം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമില്ലേ, അതിൻ്റെ കോപ്പി എന്ന് പറയാം. ഈ ഗെയിമിൻ്റെ പേര് ഇന്ത്യൻ കാർ ബൈക്ക് ഡ്രൈവിംഗ് 3D GTA 4 അങ്ങനെ എന്തോ ആണ്. ഒരു വലിയ പേരാ. ഞാൻ മുന്നേ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് പക്ഷേ എൻ്റെ മെയിൻ ചാനലിലും ഇട്ടുണ്ടാവുക. അതിൽ ഞാൻ എല്ലാ വണ്ടികളുടെ ചീറ്റ് കോഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഗെയിമിൽ പിന്നെ കുറേ അപ്ഡേറ്റ് ഒക്കെ വന്നു കേട്ടോ. ഇടയിൽ വെച്ചിട്ട് ഞാൻ പിന്നെ ഈ ഗെയിം കളിച്ചിട്ടില്ല. ഈ ഗെയിമിൽ നമുക്ക് ടി വി ഒക്കെ ഓണാക്കാൻ പറ്റും കേട്ടോ. ഇത് പക്ഷേ മുന്നേ ഉണ്ടായിരുന്നു. ഇതൊന്നുമല്ല, വേറെ കുറേ സംഭവങ്ങൾ ഈ ഗെയിമിൽ വന്നിട്ടുണ്ട്. ഈ ഗെയിമിൽ ഒരു മാപ്പൊക്കെ വന്നു കേട്ടോ. നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമിൽ ഇതൊരിക്കും മാപ്പൊന്നും വന്നിട്ടില്ല. അതിൽ പക്ഷേ മാപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്കതിൽ എല്ലാ വഴികളും അറിയാം. ഇവിടെ പിന്നെ കുറേ പുതിയ സംഭവങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് എന്തോ ക്രിക്കറ്റിൻ്റെ ചിഹ്നം കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നണതേ അവിടെ സ്റ്റേഡിയം ഉണ്ടെന്നാ. പുതിയ സ്റ്റേഡിയമൊക്കെ വന്നു എന്ന് പറയുന്നുണ്ട്. ഇതിൽ പിന്നെ ബാങ്കിൻ്റെ ചിഹ്നം കൂടിയും കാണിക്കുന്നുണ്ട്. എന്തുട്ടായാലും നമുക്ക് നോക്കി നോക്കാം. ഇവിടെ പിന്നെ നമ്മുടെ കയ്യിൽ ഒരു KTM RC ഉണ്ട്. ഇത് RCയുടെ പുതിയ മോഡലാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ പഴയ മോഡലാണ്. മുമ്പിൽ ഒരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നണത് അതായിരിക്കുന്ന സ്റ്റേഡിയം. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കി നോക്കാം. ഈ ബൈക്കിൻ്റെ മീറ്ററൊക്കെ വർക്കിംഗ് അല്ല. ഓ, ഈ സ്റ്റേഡിയം കൊള്ളാം കേട്ടോ. ഇത് ഒരു ക്രിക്കറ്റിൻ്റെ സ്റ്റേഡിയമാണ്. കുറച്ച് ചെറുതാണ്. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ സുഖമായിട്ട് വണ്ടി ഓടിക്കാനൊക്കെ പറ്റും. ശരിക്കത് ആൾക്കാർ ഇരിക്കുന്ന സ്ഥലമാണ്. എന്തുട്ടായാലും സംഭവം കൊള്ളാം. നമുക്ക് തൽക്കാലം വേറൊരു വണ്ടി സ്പോൺ ചെയ്യാം. എനിക്ക് പക്ഷേ ഇതിൻ്റെ ചീറ്റ് കോഡൊന്നും അറിയില്ല. ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കാം. ഞാൻ ജനിച്ച വർഷം 2003. 2003 അടിച്ചു കഴിഞ്ഞാൽ ഏത് വണ്ടിയാണോ കിട്ടുക നോക്കി നോക്കാം. ഓ, ഇത് മറ്റേ സെൽട്ടോസാണ് കേട്ടോ. സെൽട്ടോസിൻ്റെ പഴയ മോഡലാന്ന് തോന്നുന്നുണ്ട്. പുതിയ മോഡൽ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ പക്ഷേ സോണറ്റ് ഇരിക്കുന്നുണ്ട്. ഈ ഗെയിമിൽ സോണറ്റ് ഉണ്ടാണാവോ? ഞാൻ പ്ലേ സ്റ്റോറിൽ നോക്കി, പക്ഷേ എൻ്റെ ചീറ്റ് കോഡൊന്നും കണ്ടിട്ടില്ല. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഈ സെൽട്ടോസ് ഓടിക്കാം. ഇവിടെ സ്റ്റേഡിയം മാത്രമല്ല കേട്ടാ, വേറെ കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കിനി അതും കൂടിയും പോയിട്ട് നോക്കണം. ഓക്കെ, ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇത് ഹോസ്പിറ്റലാണ് കേട്ടോ. ഈ ഗെയിമിൽ ഹോസ്പിറ്റലും ഉണ്ട്. നമുക്കപ്പോൾ കയറി നോക്കി നോക്കാം. ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുമോ? ഓ, നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റും കേട്ടോ. നമുക്ക് വണ്ടിയും കൊണ്ട് അകത്തേക്ക് കയറാം. പക്ഷേ റൂമിൻ്റെ അകത്തൊന്നും കയറാൻ പറ്റില്ല. നമുക്ക് ഇവിടെ വരാൻ മാത്രമേ വരാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ആവട്ടെ. ഇവിടെ പിന്നെ ഒരു കാർ ഷോറൂമും ഉണ്ട് കേട്ടോ. ഈ ഷോറൂമും നൈസായുണ്ട്. നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമിലും ഷോറൂമുണ്ട്. അതിൽ 3 വട്ടം ഷോറൂം വന്നു. 3 വട്ടം അവർ ഡിസൈൻ മാറ്റി. പക്ഷേ ഇപ്പോൾ കൊണ്ടുവന്ന ഡിസൈനില്ലേ, അത് നൈസായുണ്ട്. അതൊരു 2 നല്ല ഷോറൂമാണ്. ഷോറൂമിൻ്റെ അകത്ത് പിന്നെ വണ്ടിയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ വണ്ടികളൊക്കെ ആഡ് ചെയ്യാം. ഇവിടെ പിന്നെ മാപ്പിലെ ഒരു ബാങ്കിൻ്റെ ചിഹ്നം കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ഗെയിമിൽ മിക്കവാറും ബാങ്ക് ഉണ്ടാവും. ഓ, ഇത് ബാങ്കല്ല, മ്യൂസിയാ. അത് കൊള്ളല്ലോ. ഈ മ്യൂസിയത്തിൻ്റെ ഡിസൈനും നൈസായിട്ട് കേട്ടോ. ഒരു വെറൈറ്റി ഡിസൈനാ. ഇതിൻ്റെ അകത്ത് ഗോൾഡിൻ്റെ എന്തോ സംഭവം ഉണ്ട്. അതിവിടെ ഓപ്പണായിട്ട് വെച്ചേക്കാ. ഈ മ്യൂസിയത്തിൽ ഒരു സെക്യൂരിറ്റി പോലും ഇല്ല. കള്ളന്മാർക്ക് അടിച്ചു മാറ്റാനായിട്ട് ഭയങ്കര സുഖമാണ്. വേണമെങ്കിൽ നമുക്ക് ഒരു ഹൈസ്റ്റ് നടത്താം. എന്തുട്ടായാലും സമയമുണ്ട്. ഇവിടെ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ വണ്ടി ഒന്ന് മാറ്റാം, വേറെ വണ്ടി സ്പോൺ ചെയ്യാം. 2007 ഇതടിച്ച് കഴിഞ്ഞാൽ ഓൾട്ടോ സ്പോണാവും. പണ്ട് ഇതിലാണ് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചത്. ഇതുണ്ട്, പിന്നെ മാരുതി 800 ഉണ്ട്. 2 വണ്ടികളുണ്ടായിരുന്നു. നമുക്കപ്പോൾ കുറച്ച് ദൂരം ഓൾട്ടോ ഓടിക്കാം. ഇവിടെ നിന്നൊരു സംഭവം, അത് മുന്നേ ഉണ്ടായിരുന്നു. അത് കറങ്ങി കറങ്ങി മേലേക്ക് പോവും. അയ്യോ, ഓൾട്ടോയുടെ ഡോർ പൊളിഞ്ഞല്ലോ. ഇപ്പോൾ ശരിക്കും പൊളിഞ്ഞു. ഇതിപ്പോൾ എന്താണ്ടായേ? വണ്ടി ബൗൺസ് ചെയ്ത് പോവാണല്ലോ. നമുക്ക് മാരുതി 800 സ്പോൺ ചെയ്യാം. 2006 ചീറ്റ് കോഡ്. ഓ, മാരുതി 800 അലോയ്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വണ്ടി പക്ഷേ നല്ല കണ്ടീഷനിലാണ്. പഴയ വണ്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോൾ നമ്മൾ എവിടേക്ക് എത്തിയേ?
ഇത് എന്നിട്ട് ബിൽഡിങ്. ഓ ഇത് നമ്മുടെ എയർപോർട്ടാണ് കേട്ടാ. എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റാണാവോ? മുമ്പിൽ പിന്നെ വേറെ എന്തൊരു സംഭവമുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പിന്നെ പോവാം. ആദ്യം നമുക്ക് ഈ എയർപോർട്ടിലേക്ക് കയറാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. ഓ നമുക്ക് ഇതേനെ കയറാൻ പറ്റും കേട്ടാ. അകത്തേക്ക് കയറാൻ പറ്റും. ഇവിടെ പ്ലെയിൻ ഒന്നില്ലേ? ഈ ഗെയിമിൽ പ്ലെയിൻ ഉണ്ടാ? നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ പ്ലെയിൻ ഉണ്ട്. ഇതിൽ ഉണ്ടാണാവോ? നമുക്കൊന്ന് നോക്കി നോക്കാം. പ്ലേ സ്റ്റോർ നോക്കേണ്ടി വരും, കാരണം അതിലെ ചീറ്റ് കോഡൊക്കെ ഉള്ള. ഇവിടെ പ്ലേ സ്റ്റോറിൽ പ്ലെയിൻ്റെ ചീറ്റ് കോഡൊന്നും കാണാനില്ല ചേട്ടാ. പക്ഷേ ഒരു ബലൂണിൻ്റെ ചീറ്റ് കോഡ് കിട്ടിയിട്ടുണ്ട്. 6203. അതാണ് എൻ്റെ ചീറ്റ് കോഡ്. ഇത് അടിച്ചു കഴിഞ്ഞാൽ ഒരു ഹോട്ട് എയർ ബലൂൺ സ്പോണാവും. ഇതും കൊള്ളാം കേട്ടാ. ഇതിൽ ബലൂണൊക്കെ ഉണ്ട്. അതിൽ പക്ഷേ തൽക്കാലം ഞാൻ കറങ്ങണില്ല. ഞാൻ ഇവിടെ ഒരു സ്വിഫ്റ്റ് കാർ സ്പോൺ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഒരു സ്ഥലത്ത് കൂടിയും പോവാണ്ട്. നേരത്തെ ഒരു സ്ഥലം കണ്ടില്ലേ? അത് എന്തുട്ടാണാവോ? ഒരു മിനിറ്റ്, ഇതിപ്പോൾ നമ്മൾ എവിടേക്ക് എത്തിയേ? ഇതൊരു റേസ് ട്രാക്കാണല്ലോ. പക്ഷെ എൻ്റെ പൊന്ന്, ഇതൊക്കെ ഈ ഗെയിമിൽ എപ്പോൾ വന്നു? നമുക്ക് ഈ റേസ് ട്രാക്കിലൊന്ന് വണ്ടി ഓടിക്കണം. സ്വിഫ്റ്റ് വേണ്ട, നമുക്ക് ഒരു സൂപ്പർ കാർ സ്പോൺ ചെയ്യാം. ഒരു മിനിറ്റ്, ചീറ്റ് കോഡ് നോക്കട്ടെ. 2022. ഇതടിച്ച് കഴിഞ്ഞാൽ GTR സ്പോണാവും. നമുക്ക് ഈ റേസ് ട്രാക്കിൽ കൂടെ ഒന്ന് പടച്ചു വിടാം. GTRൻ്റെ ഇൻറ്റീരിയർ ഏകദേശം ഇതേപോലെ കാണിക്കണേ. ഈ ഗെയിമിൽ പക്ഷേ എല്ലാ കാറിൻ്റെയും ഇൻറ്റീരിയർ സെയിമാ, ഒരു മാറ്റം ഉണ്ടാവില്ല. ഇതിൽ സ്പീഡോമീറ്ററും ഉണ്ട് കേട്ടാ. നമ്മളിപ്പോൾ 225 പോണേ. പലതരം സ്പീഡോമീറ്റർ ഉണ്ട്. ഈ സംഭവം നമ്മുടെ മറ്റേ ഗെയിമിൽ വേണം, ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ. ഇവിടെ ഇപ്പോൾ ഒറ്റയ്ക്ക് റേസ് ചെയ്യുമ്പോഴേ ബോറടിക്കുന്നുണ്ട്. കൂടെ ആരെങ്കിലുമൊക്കെ വേണം. ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോൾ ബോറടിക്കും. നമുക്കിപ്പോൾ ഏതായാലും ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഈ ഗെയിമിൽ പിന്നെ വെപ്പൺസൊക്കെ ഉണ്ട് കേട്ടാ. വെപ്പൺസ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കി നോക്കാം. നമുക്ക് ഈ വണ്ടി ഇവിടെ നിർത്തിയിടാം. ഓ ഇവിടെ ഇഷ്ടംപോലെ വെപ്പൺസ് ഉണ്ട് കേട്ടാ. ഇവിടെ ഷോട്ട് ഗണ്ണുണ്ട്. നമുക്ക് ഒരാളെന്നെ വെടിവയ്ക്കാം. അയ്യോ, ഇയാളെന്നെ അടിക്കാൻ വരുന്നില്ലോ. ഓക്കെ, ആൾ ചത്തേക്കാണ്. ഷോട്ട് ഗണ്ണിൽ പക്ഷേ 2 വെടി വേണം ഒരാളെന്നെ കൊല്ലാനായിട്ട്. ഇവിടെ പിന്നെ SMG ഉണ്ട് കേട്ടാ. ഇത് നമ്മുടെ UMP-യാ. ഇതിൽ മറ്റേ RPG ഇല്ല കേട്ടാ. SMGയും ഷോട്ട് ഗണ്ണും മാത്രമേ പുതിയതായിട്ടുള്ളൂ. ഇതിൽ പിന്നെ സ്നൈപ്പറും ഉണ്ട്. ഇതിൽ പക്ഷേ ഭയങ്കര സെൻസിറ്റിവിറ്റിയാണ്. കൺട്രോളിനായിട്ട് കുറച്ച് പാടാണ്. ഓക്കെ, ഒരാളെന്നെ അലക്കി. ഈ ഗെയിം വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടാ. അപ്ഡേറ്റിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. എന്തെങ്കിലും ആട്ടെ. അപ്പോൾ ഇതുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.